ചിലപ്പോൾ അവസാനമായിട്ട് കാരണം ഇവനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു ഒന്ന് ഓടിക്കുന്നൊക്കെ കേട്ടോ. അവസാനത്തെ ശ്രമമായിരിക്കും, അല്ലെങ്കിൽ അവസാനത്തെ ദിവസങ്ങളായിരിക്കും. പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സന്തോഷത്തിലാണോ വെച്ചാൽ ഒട്ടും സന്തോഷമില്ല. അങ്ങനത്തെ ഒരു ന്യൂസാണ് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ ബാക്കൊക്കെ കൊടുക്കുന്ന മുതൽ അങ്ങനെ നമ്മളെടുത്തിട്ട് ഒരു മാസം കഴിഞ്ഞ് അവസാനം കൊടുക്കേണ്ട ഒരു അവസ്ഥയിലാണ്. കാര്യങ്ങൾ കുറച്ച് ഗൗരവമേറിയ തന്നെയാണ്. അങ്ങനെ വണ്ടി കേകി വൃത്തിയാക്കിയിട്ട് വെച്ചിരിക്കുകയാണ്. ടയറും കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ അറിയാം, ഇന്ന് കേകി എടുത്ത് വെച്ചിട്ടുള്ളൂ. അവസാനം കൊടുക്കുമ്പോഴാണെങ്കിലും കുറച്ച് നീറ്റായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടൊന്നല്ല, പക്ഷേ കൊടുത്തേ പറ്റൂ. ഇവിടെ ഒന്ന് അവസാനം വരെ ഒന്ന് കാണ്, കൂടുതലൊന്നുമില്ല, കുറച്ച് ചെറിയ വീഡിയോ ഒക്കെ ഒതുക്കാം. അപ്പോൾ വണ്ടി പെർഫെക്റ്റാണ്, വണ്ടീൻ്റെ കുറ്റങ്ങളൊന്നുമല്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. അതുകൊണ്ടാണ് ഞാൻ വണ്ടി കൊടുക്കാമെന്ന് ആദ്യം പറഞ്ഞിട്ടോ. ആരും ബാഡായിട്ട് എടുക്കണ്ട. കാരണം ഇപ്പം നമ്മൾ വന്നിട്ട് 2 മാസം കഴിഞ്ഞ് പോകാനുള്ള സമയം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കയറാൻ നോക്കിയപ്പോൾ ടിക്കറ്റ് റേറ്റ് കണ്ടത് 1,5 ലക്ഷം 1.5 ലക്ഷം, ഏറ്റവും കുറഞ്ഞതൊക്കെ തോന്നുന്നു 90,000 റുപ്യാണ്. എടാ നമ്മളിങ്ങോട്ട് വന്നത് ഇത്ര ഇവിടുത്തെ 16,000 റുപ്യക്കാണ് ടിക്കറ്റ് എടുത്തത്. 8,000 റുപ്യ മുതൽ 12,000 റുപ്യ മുതൽ 25,000 വരെ മാക്സിമം ടിക്കറ്റൊക്കെ വരലുള്ളൂ. ഇങ്ങനെ അല്ലാണ്ട് ഞാൻ എങ്ങനെയാണ് ഇതിനെ വിവരിക്കുക? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. 1,4 ലക്ഷം റുപ്യ എടുത്ത് 1.5 ലക്ഷം റുപ്യ എടുത്ത് 1 ലക്ഷം റുപ്യ കൊടുത്തിട്ട് നമ്മൾ ഫ്ലൈറ്റും എടുത്തിട്ട് പോകേണ്ടി വരുന്നൊരു ഗതികേട് ചിന്തിച്ച് നോക്കിയേ. അപ്പോൾ നിങ്ങൾ പറയും ഇഞ്ചിപ്പം തന്നെ പോകണം, ഇപ്പം തന്നെ പോകണ്ട, കുറച്ച് കഴിഞ്ഞ് പോവാന്ന്. എടാ ഇത് എനിക്ക് തോന്നില്ല ഇത് നിൽക്കുന്നത്. ഇവരിതപ്പോൾ എന്താ പറയുക, ആകാശത്തുള്ള യുദ്ധം നിർത്തിയിട്ട് ഇപ്പോൾ കരയുദ്ധം തുടങ്ങാൻ പോവാ. ഇവരിതെന്തോ പൂരാക്കി എടുത്തിക്കണം എല്ലാവരും കൂടി. സത്യം പറഞ്ഞു കേട്ടോ, ബാക്കിയുള്ള പെട്ട്. കമ്പനിയിൽ നിന്ന് മെസ്സേജ് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കമ്പനി പറഞ്ഞ് ഇങ്ങനൊരു ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മളെ കൊച്ചിയിൽ നിന്ന്, അതും കൊണ്ട് കാലിക്കറ്റിൽ നിന്ന് ഇല്ലാന്ന് തോന്നുന്നു, കൊച്ചിയിൽ നിന്നുണ്ട്, ബാംഗ്ലൂരിൽ നിന്നുണ്ട്, ഡൽഹി വഴിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ നിങ്ങൾ മാക്സിമം ഫ്ലൈറ്റ് എടുത്ത് വരാമെന്ന്, അതായത് വരുന്ന മാസത്തിൽ ഫ്ലൈറ്റ് ഉണ്ട്, അപ്പോൾ എടുത്ത് വരാമെന്ന്. ടിക്കറ്റ് റേറ്റ് നോക്കിയപ്പോൾ 450 ദിനാറ് 350 ദിനാറൊക്കെ എത്രയായി? 1,4 1.5 1 ആയി. ഈ ഒരു പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വണ്ടി ഇത് ഇവനെ വിൽക്കാൻ പറഞ്ഞില്ലേ, വിൽക്കാൻ ഒരിക്കലും പറ്റില്ല. അത് കാരണം അത് അടവാണ്. ആ ഒരു പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവൻ ആ പൈസ കൊടുത്തിട്ട് ഞാൻ റെഡി ക്യാഷിന് ഇറക്കിയിരുന്നു. ആ നമ്മളോട് ആ ടിക്കറ്റ് റേറ്റ് എടുത്ത് വരാൻ പറയുമ്പോഴുള്ള അവസ്ഥ അവർ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ എങ്ങനെ എത്തട്ടെ എന്നുള്ള കേട്ടോ. സത്യം പറഞ്ഞാൽ നമുക്ക് പോകണം തന്നെയാണ്. കാരണം കയ്യിൽ 5 പൈസ ഇല്ല, പൈസ ഒക്കെ തീർന്നു. അപ്പോൾ എങ്ങനെയെങ്കിലും അവിടെ എത്തിപ്പെടണം വെച്ചിട്ടാ. പക്ഷേ നടക്കൂല. ഈ പൈസ ഒക്കെ എങ്ങനെ നമ്മൾ എടുത്താൽ? ഞാൻ പറയുന്ന ഈ ഒരു കാര്യം നിങ്ങളെങ്കിലും ഒന്ന് മനസ്സിലാക്കുക. കയ്യിൽ 5ൻ്റെ ക്യാഷില്ല. എല്ലാവരും അവസ്ഥ വന്നവന് കുടുങ്ങി, നിന്നവന് അവിടെ പെട്ട്. അതാണ് അവസ്ഥ. അവിടെ ഉള്ളവർക്ക് ഇങ്ങോട്ട് വരാനും ഇവിടെ ഉള്ളവർക്ക് അങ്ങോട്ട് പോകാനും, ഇവിടെ ഉള്ളവന് യുദ്ധത്തേക്ക് പോകാമെന്നുള്ളത് നിങ്ങൾ വിചാരിക്കത്തിട്ട്. കാരണം നമുക്ക് വേറൊരു ഓപ്ഷനില്ല. ഇതിലിപ്പോൾ എനിക്ക് പറയാനുള്ളത് അമേരിക്കനോടും ഇറാനോടും ഇസ്രായേലിനോടാണ്. എങ്ങനെങ്കിലും ഏതെങ്കിലും വഴിക്കൂടി ഇതൊന്ന് നിർത്തണം. അവരിത് കാണൂല എന്ന് നമുക്കറിയാം, 100% ഉറപ്പാണ്. എങ്കിലും ഞാൻ ആഗ്രഹിക്കുന്നത്, എന്നെപ്പോലുള്ള ഒരുപാട് പേര് ആഗ്രഹിക്കുന്നത്, അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനുള്ളവനും ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാനുള്ളവനും ആഗ്രഹിക്കുന്നത് ഈ ഒരു സാധനം ഇങ്ങനെ നിൽക്കണം എന്നാണ്. ഇവരിത് എന്താ പറയുക, ഇവിടുന്ന് ഒരു തിരി കൊളുത്തി ഒരുത്തന് അവിടുന്ന് പൊട്ടിക്കുക. ഇതൊരുത്തൻ കെട്ടെന്ന് പറയും, തിരി കെട്ടാൽ പിന്നെ പൊട്ടൂലല്ലോ, തിരി കെട്ടെന്ന് പറയും. അപ്പോൾ തന്നെ മറ്റവൻ പൊട്ടിച്ചിട്ടുണ്ടാവും അവിടുന്ന്. അവസ്ഥയിലാണ് ഇത്. നിന്ന് എന്നൊരുത്തൻ പറയും, അപ്പോൾ തന്നെ 2 മണിക്കൂർ കഴിയുമ്പോൾ വേറെ സ്ഥലത്ത് പൊട്ടി. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു അമേരിക്ക നിർത്തി പറഞ്ഞ് ഇറാൻ പൊട്ടിച്ച്, ഇറാൻ നിർത്തി പറഞ്ഞ് അമേരിക്ക പൊട്ടിച്ച്. ഇതാണ് ഇപ്പോൾ അവസ്ഥ. ഇത് ഏതറ്റം വരെ പോകുമെന്നറിയില്ല. അപ്പോൾ ഇതിങ്ങനെ പോവുകയാണെങ്കിൽ ഈ സാധനമൊക്കെ അല്ലെങ്കിൽ ഇപ്പോൾ എന്താ ഉള്ളത് എടുത്ത് വിൽക്കേണ്ടി വരും. അതാണ് അവസ്ഥ കേട്ടോ. സത്യമായിട്ടും ലോക്കായി കിടക്കുക. ഇന്നെപ്പോലെ ഒരുപാട് പേരുണ്ടാവും. എന്തായാലും ഒരുപാട് നന്ദിയുണ്ട്. അവിടെ ഉള്ളവരെ ജോബാണെന്നുണ്ടെങ്കിലും പലരും ജോബ് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ ഉള്ളവർ അങ്ങോട്ട് കയറാതിരിക്കാൻ കമ്പനി നോക്കുന്നുണ്ട്. എനിക്ക് അങ്ങനെ തോന്നുന്നു. കാരണം അവിടെ ഉള്ളവരിപ്പോൾ ഇത് പൈസ ഇറക്കുന്നില്ല, അവിടെ ഉള്ളവനെ ഇറക്കുന്നില്ല. അതാ അവസ്ഥ. അപ്പോൾ നാട്ടിലാണെങ്കിൽ അതന്നെ ഇനി കുറച്ച് കഴിഞ്ഞാൽ വരാൻ പോകുന്നത്. കാരണം ഇതിങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഉള്ള പൈസ അവിടെ പിടിച്ചേക്കാനും നോക്കുള്ളൂ. ഇത് എവിടേക്ക് എത്തുന്ന ആർക്കും ഒരു പിടുത്തമില്ലല്ലോ. അപ്പോൾ ഇതാണ് അവസ്ഥ. ഉള്ളവൻ്റെ ജോലിയും പോവും, നാട്ടിലും പണി ഉണ്ടാവില്ല, അവിടെയും പണി ഉണ്ടാവില്ല. ഇത് എവിടെ അറ്റം പോകും? ഒരു അറ്റല്ലിട്ട്. നിങ്ങളൊക്കെ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അപ്പോൾ ഉള്ളവന് മാക്സിമം സേവ് ചെയ്ത് വെച്ചോ, അല്ലാണ്ട് പൊട്ടിക്കണ്ട. അപ്പോൾ മിക്കവാറും എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിക്കേണ്ടി വരും. പക്ഷെ ചെയ്യാനൊന്നുമില്ല. കാരണം അവിടുന്ന് സോഴ്സ് നിന്ന് കഴിഞ്ഞാൽ നാട്ടിലുള്ള എല്ലാ പരിപാടിയും ബ്ലോക്ക് ആവും. അപ്പോൾ നാട്ടിലും പണി ഉണ്ടാവില്ല. അപ്പോൾ നാട്ടിലുള്ളവൻ സെറ്റപ്പാണെന്നൊന്നും വിചാരിക്കേണ്ട. അവിടുന്ന് വരുന്നത് ഒരു 50% വരുമാനം നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കേരളം ഇല്ലാണ്ടാവും. അതാണ് അവസ്ഥ. അപ്പോൾ ഏതായാലും നിലവിൽ വേണം കൊടുക്കാൻ പറ്റില്ല, കൊടുക്കുന്നില്ല. അത് നമ്മൾ ജസ്റ്റ് വീഡിയോയിൽ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് അവസ്ഥ. മൂഞ്ചിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ലോക്കായിരിക്കുകയാണ്. പോകാനും വരാനും ഒന്നും പറ്റാത്ത അവസ്ഥയാണ്. എത്രയും പെട്ടെന്ന്
ഇതൊക്കെ റെഡി ആവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നിങ്ങളും പ്രാർത്ഥിക്കുക കേട്ടോ, എല്ലാ കാര്യങ്ങളും ശരിയാവട്ടെ. നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു എപ്പിസോഡ് വീണ്ടും കാണാം. അതൊരു എല്ലാവർക്കും ബൈ ബൈ. ചെറിയൊരു അപ്ഡേറ്റ് ചെയ്യുന്ന പോകാൻ പറ്റില്ല എന്നുള്ളത് കേട്ടോ. അപ്പോൾ കാണാം.